ആകാശത്തിന്റെ കീഴിലുള്ള സകല സ്പീഷീസിൽ നിന്നും വർഗ്ഗങ്ങളിൽ നിന്നുള്ളതായിരിക്കുന്ന ഈ രണ്ടിനെയും ഏഴിനെയും പെട്ടകത്തിന്റെ അകത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. You know, at the time of the flooding, God brought in clean birds, 7 of every kind, the unclean birds and animals, 2 of every kind. ഇവിടെ വ്യക്തമായിട്ട് നമ്മൾ വായിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കും. ഈ നോഹയും തന്റെ കുഞ്ഞുങ്ങളും ചെന്നിട്ട് കാട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ അതുപോലുള്ളതായിരിക്കുന്ന പരിസരങ്ങളിൽ പോയിട്ടോ ഒറ്റ മൃഗത്തെയും പിടിച്ചു കെട്ടി നിർബന്ധിച്ച് അല്ലെങ്കിൽ ആ ആലയത്തിന്റെ അകത്ത് പെട്ടകത്തിന്റെ അകത്ത് കയറ്റിയില്ല. സ്വയമേ പെട്ടകത്തിന്റെ അകത്ത് കയറാനുള്ള തന്നെത്താൻ വന്നു. കാട്ടിൽ കിടക്കുന്ന കൊമ്മനാനെയും മിസസ് പിടിയാനെയും ഒന്നിച്ച് രണ്ടുപേരും കൂടെ അവൻ വേദവസ്തു എടുത്തുകൊണ്ട് സഭായോഗത്തിന് വരുന്ന പോലെ അവൻ കുടുംബമായി പെട്ടകത്തിൽ കയറിക്കൊണ്ടിരിക്കുക. Just like we all came to the church as a family together, we see how the animals, without any formal invitation, is walking into the ark without anybody calling them or compelling them. കാട്ടാനയായി കിടക്കുന്നവരും ഒരാനെയും ആ പിടിയാനെയും കാട്ടാനെയും രണ്ടും കൂടെ പോകുന്ന സമയത്ത് കൂട്ടത്തിലുള്ള ആളുകൾ ചോദിച്ചു, അമ്മാമ്മയും അച്ഛനും അങ്ങളും ആന്റിയും അങ്ങോട്ട് വന്ന് ഞങ്ങൾ ഇന്ന് ഇവിടെയുള്ള അമാര ചർച്ചിൽ ആരാധനയ്ക്ക് പോവുകയാണെന്ന് പറഞ്ഞു. When the wild elephant and the Mr. and Mrs. Elephant went to the ark, they asked them, the other animals, where are they going? They said, we are going to Maranatha Church. കാരണം ദൈവം അവിടെ ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ട് പിടിച്ചു കെട്ടി വലിച്ചുകൊണ്ട് ആനയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ സഭയ്ക്കകത്ത് ചവിട്ടി പൊളിക്കും. അതുകൊണ്ട് തന്നെ കയറി വന്ന് വാളിനകത്തൂടെ കയറുമ്പോൾ അതിന്റെ അകത്ത് ഒരു മാനസാന്തരം ഉണ്ടാകും. So what I am trying to say is, if you pull this wild elephant into the church, it is going to stumble everything in the way. So you don't want to compel people to come to the church. They should come free willingly. ഈ പെട്ടകത്തിന്റെ അകത്ത് കട്ടൂർ മുതൽ കാട്ടാന വരെയുള്ളത് വലുതും ചെറുതുമായിരിക്കുന്ന ജീവജാലങ്ങളുണ്ട്. From the little ant to the big elephant, every kind of species of animals are in this ark right now. കൊമ്പനാനയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക വാതിൽ ഉണ്ടാക്കാൻ നോഹയോട് പറഞ്ഞില്ല. ഉറുമ്പ് മറ്റൊരു കയറ്റെന്ന് പറഞ്ഞില്ല. ഉറുമ്പ് കയറിയ വഴിയെ ഈ കൊമ്പനാനയാണെങ്കിലും കാരണം ക്രിസ്തുവിന്റെ വാതിലിന്റെ അകത്തൂടെ കിടന്നാൽ നാം എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. God did not make another special door for an elephant, another little door for the ant. Through the same door, the one and the only door, we need to enter into that ark. ഐസക്കിനെ കുറിച്ച് അറിഞ്ഞിരിക്കും. വലിയ ചിന്തകൻ പല ശാസ്ത്രജ്ഞന്മാരായ ആളുകളുടെ ജീവിതത്തിൽ ചില സംഭവങ്ങൾ അവർക്ക് അബദ്ധം പറ്റിയതായിട്ട് ചില പുസ്തകങ്ങൾക്കകത്ത് ഞാൻ വായിക്കാനുണ്ട്. You see in the life of Sir Isaac Newton, how he had to go through many errors in his life. അതേ ഒരു ദിവസം തന്നെ ഒരു പെറ്റിന് വേണ്ടി, ഒരു പട്ടിക്കുട്ടിക്ക് വേണ്ടി, ഒരു തളപ്പട്ടിയുണ്ട്, കൊച്ചുപട്ടിയുണ്ട്, ആ പട്ടിക്ക് വേണ്ടി ഒരു കൂടുണ്ടാക്കുവാൻ ഒരു കാർപ്പന്ററോട് ആവശ്യപ്പെട്ടു. One day he asked his carpenter to build a cage for the dog and its little baby. അദ്ദേഹം ആവശ്യപ്പെട്ടു. വലിയ പട്ടിക്ക് കയറുവാനൊരു വലിയ വാതിലും കൊച്ചു പട്ടി കയറുവാൻ പട്ടിക്കുഞ്ഞിന് കയറുവാൻ കൊച്ചു വാതിലും. ആശാരി ചോദിച്ചു, സാറേ വലിയ പട്ടി കയറുന്നതിന്റെ അകത്തൂടെ മറ്റൊരു കാര്യത്തില്ല. അയ്യോ ഇപ്പോഴാണ് ഓർത്തെന്ന് പറഞ്ഞു. ഇങ്ങനെ മഹാന്മാർക്കും അവളികൾ ഉണ്ടാകാറുണ്ട്. And when he requested, he said, I need a big door for the big dog and a little door for the little dog. And the carpenter said, isn't the big door enough for the small puppy to enter that cage? ഈ ആലയത്തിന്റെ അകത്ത് അല്ലെങ്കിൽ ഈ പെട്ടകത്തിന്റെ അകത്ത് സകലമുണ്ട്. പരസ്പരം തിന്നുകയും അല്ലെങ്കിൽ കൊല്ലുകയും ചെയ്യുന്ന വിവിധ ശത്രുതയുള്ള ജീവികളിന്റെ അകത്തുണ്ട്. There are wild animals that are entering into this ark who will eat each other if they see otherwise outside. പക്ഷേ ഒരു വർഷവും 17 ദിവസവും പെട്ടകത്തിന്റെ അകത്ത് ജീവജാലങ്ങൾ താമസിച്ചെങ്കിൽ അതിന്റെ അകത്തുള്ള ഒരൊറ്റ കുറുക്കനും അതിന്റെ അകത്തുള്ള കോഴിയെ പിടിച്ചില്ല. Amen. If those animals dwell in that ark for a year and 17 days, not one of the foxes had the thought of even catching a chicken. ഒരു സിംഹവും അതിന്റെ അകത്തുള്ള ആട്ടുകുട്ടിയെ പിടിച്ചു തിന്നില്ല. Not one lion in that ark wanted to eat any other animal. ഏറ്റവും വിഷമുള്ള കിങ് കോബ്രയുടെ അകത്തുണ്ടായിരുന്നു. അവിടെയുള്ള ഒരു മൃഗത്തെയോ കർത്താവ് ദാസിയെയോ വിശ്വാസികളോ അതൊന്നും കടിക്കാൻ വന്നില്ല. കാരണം പെട്ടകത്തിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അത് ദൈവത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലം. Amen. Praise the Lord. Even the poisonous snake did not bite anything or anybody. Praise God. Because in the ark it was covered by the presence of God. മൂന്ന് തട്ടുകളായിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. It was divided into 3 levels. ഞാൻ ചിന്തിക്കുന്നു 3 തട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും വലിയ മൃഗമായ ആനയെ അകത്തോട്ട് കെട്ടിയാൽ നോഹ വളരെ ബുദ്ധിമാനായ ആളുകളുണ്ട്. മുളത്തെ തട്ടി കയറത്തില്ല. ആന വന്നാൽ അതിനെ നിർത്തേണ്ടത് നിർത്തണം. കൊച്ചു ഭാരമില്ലാത്തതിന് മുകളിൽ നിർത്തണം. എങ്കിൽ മാത്രമേ പെട്ടകത്തിന്റെ
അഡ്മിനിസ്ട്രേഷൻ ഭംഗിയായിട്ട് പോകുന്നത്. The only thing we have to take care is where to place these animals. If the animal comes, you don't, elephant comes, you don't put on the top floor. You put him on the lower floor, praise God. And if the lighter animal comes, you put them up. You need to use the wisdom. ഇവിടെ ഞാൻ ഈ വിഷയത്തിലേക്ക് വരട്ടെ. പെട്ടകത്തിന്റെ അകത്ത് പുറത്തു വിട്ട ഒരു പ്രാവ്. I mean, there was a raven that was sent out of the ark. ഒരു കാക്കയും ഒരു പ്രാവും. You see how a raven and a dove was sent out of the ark. കാക്കയെ വിട്ടു, പക്ഷെ കാക്ക തിരിച്ചു വരുന്നില്ല. When the raven was sent out of the ark, it did not return. പക്ഷേ പ്രാവിനെ വിട്ടപ്പോൾ പ്രാവിന് അവിടെ കാല് വയ്ക്കാൻ സ്ഥലമില്ലാതെ ചീഞ്ഞ് പഴുത്ത് അഴുകിക്കിടക്കുന്ന സ്ഥലത്ത് ഒരിക്കലും പ്രാവ് കാൽ വെക്കില്ല. അതുകൊണ്ട് ഒരു ഒലിവിലയുമായിട്ട് പ്രാവ് തിരിച്ചു വന്നു. Because the soil was dirt and it was full of dirt and dead bodies everywhere, the dove was not able to rest on the earth. He plucked an olive branch and came back to the ark. പെട്ടകത്തിന്റെ അകത്ത് കയറിയ കാക്ക ഈ പെട്ടകത്തിന്റെ അകത്താണെങ്കിലും ഈ അകത്തിരുന്നുകൊണ്ട് ചിന്തിക്കുന്ന എങ്ങനെങ്കിലും സഭായോ നിർന്ന് കിട്ടിയിരുന്നെങ്കിൽ വല്ല ചത്തരിയോ വല്ല തിന്നാമെന്ന് വിചാരിച്ച് അകത്ത് ബോറടിച്ചിരിക്കുമ്പോൾ പെട്ടകത്തിലെ പ്രാവിന് ബോറടിയില്ല. ബോറടി ഉണ്ടെങ്കിൽ പെട്ടകത്തിലെ കാക്കയാണ്, ബോറടി ഇല്ലെങ്കിൽ പെട്ടകത്തിലെ പ്രാവാണ്. The difference is the raven, even though it was in the ark, the only thought it had was, when should I get out of the ark? So if you are born in the church, you are likened to a raven. But if you feel the presence of God in the ark, you will return and feel the presence of God. പെട്ടകത്തിലെ പ്രാവിനെ ചേർക്കാനല്ല, പെട്ടകത്തിലെ കാക്കയെ ചേർക്കുവാനല്ല, പിന്നെയോ പ്രാവിനെ പോലെ പ്രാക്കളെ ചേർക്കുവാനാണ് കർത്താവ് വരുന്നത്. I mean, this morning we should remember that He is coming to gather the saints who are like doves, who are pure in the presence of God. ഈ പെട്ടകത്തിലേക്ക് മൃഗങ്ങളെ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ട് ഒരു കഥയുണ്ട്. There's a story that goes that when they were all being loaded into the ark, ഇവർക്കൊക്കെ ബോർഡിംഗ് പാസ് എടുത്ത് ഫ്ലൈറ്റിലോട്ട് കയറുന്ന പോലെ നോഹ നിൽക്കുകയാണ്. ബോർഡിംഗ് പാസ് എടുത്തിട്ട് ഓരോരുത്തർ വരുമ്പോൾ ആനയ്ക്ക് അവിടെ കൊടുത്തു, ആ കുതിരയ്ക്ക് അവിടെ കൊടുത്തു, പക്ഷികൾക്ക് നിന്നു, കൊതുകി നിൽക്കാൻ മുകളിൽ ആനയുടെ നേരത്തൊക്കെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ. ഇങ്ങനെ ഓരോരുത്തരുടെ ബോർഡിംഗ് പാസ് സീറ്റും എല്ലാം കൊടുത്ത് അങ്ങോട്ട് വിടുകയാണ്. വാതിലോട്ട് കയറി വരുമ്പോൾ the story goes like this, as Noah was waiting on the door, and the animals had their boarding pass and had been placed in different places. ഉടനെ ചെകുത്താനും വന്നു, എനിക്കും സഭയ്ക്കകത്ത് കയറണം. That time the devil came saying that he wanted to enter the ark. നോഹ പറഞ്ഞു, നിന്നെ ഞാൻ ഈ സഭയ്ക്കകത്ത് കയറ്റിയില്ല, നീ സഭയ്ക്കകത്ത് കയറിയാൽ നീ സഭ തകർന്നു പോകും. So Noah said, I am not going to allow you to enter the church, because if you get in, you will ruin the church. നോഹയുടെ വാക്കുകൊണ്ട് ഒരു പെർമിഷൻ കൊടുത്തെങ്കിൽ മാത്രമേ ഈ ഡെവിളിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ. Only if Noah permits, the devil can enter the ark. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, ഇങ്ങനെ പതുങ്ങി നിന്നപ്പോൾ അതിന്റെ അകത്തുള്ള ഒരു പന്നിയുടെ ദേഹത്ത് ഈ പിശാച് കയറി. And after a while, this devil entered a swine or a pig. എന്താ സംഭവിച്ചെന്ന് എല്ലാ മൃഗങ്ങളും കയറിയിട്ടും പന്നി അകത്ത് കയറി. After every other animal entered the ark, the pig or the swine did not want to go in there. സാത്താൻ എന്താ നോഹയോട് പറഞ്ഞത്, നിന്റെ നാക്കുകൊണ്ട് തന്നെ നീ എന്നെ അകത്ത് കയറ്റും, അവിടെ വരെ ഞാനിവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. പന്നിക്കകത്ത് കയറി കയറാതിരുന്നപ്പോഴത്തേന് നോഹയ്ക്ക് ദേഷ്യം വന്നിട്ട് നോഹ ഈ പന്നിയെ വിളിച്ചു, കേറി വിശ്വാസയാത്ര. So when the animal would not enter the ark, he got mad at the animal and said, enter the ark, devil. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം സാത്താനാണെങ്കിലും നമ്മുടെ അനുവാദം കൂടാതെ നമ്മുടെ അകത്തോ സഭയ്ക്കകത്തോ കേരളത്തില്ല, അവൻ ഇടം കൊടുക്കരുത്. I mean, what I'm trying to say is you should not allow the enemy, the devil, to enter your house or the church without your permission. He will not enter. അതായത് ഈ പ്രാവിനെ പുറത്തുവിട്ടു വേദപുസ്തകത്തില് നമുക്ക് കാണുമ്പോൾ യാഗം കഴിക്കുന്നതിന് വേണ്ടിയുള്ള പക്ഷികളിൽ ഏക പക്ഷിയാണ് ഡാവ്. I mean, the dove is the only bird that was used as a sacrificial animal. ലേവ്യ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഞാൻ എടുത്ത് വായിക്കുന്നില്ല. I don't want to go into the scripture, but it mentions in the book of Leviticus. പഴയ കാലങ്ങളിൽ വാർത്താ വിനിമയം ഇത്രമാത്രം മീഡിയ ഇല്ലാതിരുന്ന കാലങ്ങളിൽ റോയിട്ടർ എന്ന് പറയുന്ന പ്രത്യേക വാർത്താവിനിമയ കമ്പനി പ്രാക്കളുടെ ട്രെയിൻ ചെയ്ത പ്രാക്കളുടെ സന്ദേശം കൊടുത്തയക്കുകയും അത് ആ സ്ഥലത്തിന്റെ ഡെസ്റ്റിനേഷൻ കൊണ്ട് കൊടുക്കുകയും ചെയ്തതായിട്ട് ആധികാരികമായ വാർത്തകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. When there was no mode of communication in the past, it was the doves that people used to pass on the messages.